ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. 2 ദിവസം വീഡിയോസൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ തലേ ദിവസം രാത്രി കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ. രാവിലെ കലക്കി ഒഴിച്ച അപ്പം അല്ലെങ്കിൽ ചീയപ്പം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്കുള്ള കടല എന്താ പറയുക, കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒരു തക്കാളി നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ചോറൊക്കെ ഇതാണ്. ചോറ് അരി ഇട്ടിട്ടില്ല, വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ജോലി മൊത്തം അമ്മയാണ് കേട്ടോ അടുക്കളയിൽ. ഞാനൊന്നിനും കൂടിയിട്ടില്ല, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കിന്ന് പണിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനാവും, അമ്മ രാവിലെ വേഗം പോവും, അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും അടുക്കളയിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് പണിയില്ലെങ്കിൽ കുട്ടികളെ പോലെയാണ് കേട്ടോ, പിന്നെ ഞാൻ അടുക്കളയിൽ കയറൂല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ പറയുക, അമ്മയാണ് ഫുൾ അടുക്കളയിൽ പണിയെടുക്കണത്. അപ്പോൾ ഇതാ പച്ചരി വെള്ളത്തിലിട്ടതൊക്കെ അമ്മ കഴുകിയിട്ട് നമ്മൾ അപ്പോഴേ തന്നെ, അതായത് രാത്രി പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് ആട്ടിയിട്ട് കലക്കി ഒഴിച്ച് അപ്പം ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കും. അല്ലെങ്കിൽ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ പൊടി വെച്ചിട്ട് നമ്മൾ പച്ചരി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചത് ആ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ എളുപ്പത്തിന് അത് കലക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ്, രാവിലെ പച്ചരി ആട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. പല സ്ഥലത്തും പല പേരാണ്. ഞാൻ വേറെ എന്തോ ഒരു പേരും കൂടി ഞാൻ ഈ അപ്പത്തിന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പേര് കിട്ടണില്ല കേട്ടോ ആ പേരെന്താണെന്നുള്ളത്. നമ്മളിവിടെ ചീയപ്പം എന്നും പറയും, പിന്നെ കലക്കി ഒഴിച്ച അപ്പം എന്നും പറയും കേട്ടോ. അപ്പോൾ അമ്മ അതാ തേങ്ങയൊക്കെ ഒന്ന് പൊളിക്കുകയാണ്. കടലക്കറി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് തേങ്ങ പൊളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. മഞ്ഞും ഉണ്ട്, അതുപോലെ അമ്മ പറയുന്നുണ്ട് മഴക്കാറും ഉണ്ട് തോന്നുന്നത്. വലിയൊരു തെളിച്ചൊന്നും കാണുന്നില്ല കേട്ടോ. ഒരു മഴക്കാറ് മൂടിയ പോലെ ഉണ്ട്, പക്ഷേ മഞ്ഞിങ്ങനെ നന്നായിട്ട് മഞ്ഞും ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഒന്ന് എടുത്തതാണ് കേട്ടോ വീഡിയോ. കുറേ ദിവസമായി മുറ്റത്തേക്ക് രാവിലെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടെന്ന് വെച്ചാൽ ഒന്ന് അടിച്ച് വാരിടാൻ വേണ്ടി ഒന്നുകൊണ്ട് ഇറങ്ങും, അല്ലാതെ ഇങ്ങനെ കുറേ സമയം മുറ്റത്തൊക്കെ നോക്കി എന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ ധൃതി പിടിച്ചുള്ള പണികളാണല്ലോ, അതൊക്കെ ചെയ്യണു, വർക്കിന് പോകണു, പിന്നെ വൈകുന്നേരം വരണു. അപ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ടാണല്ലോ വീട്ടിലെത്തുക. അപ്പോൾ ഇങ്ങനൊരു ഒന്നെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും. ഞായറാഴ്ച ലീവ് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരേപോലെയാണ് കേട്ടോ. കാരണം അന്നും തിരക്ക് പിടിച്ച ദിവസങ്ങളാവും. എന്തെങ്കിലും വെച്ചാൽ മിക്കവാറും ദിവസങ്ങളിൽ കിച്ചുമോൾക്ക് ഡാൻസ് ക്ലാസ് തന്നെയാണല്ലോ. പിന്നെ നമ്മൾ എന്തെങ്കിലും വേറെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാതിരിക്കണമെന്ന്, അപ്പോൾ അതുമായിട്ടും തിരക്ക് തന്നെയാവും അങ്ങനെ. അപ്പോൾ അതാ അമ്മ ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ ചെന്നു. അപ്പോൾ അമ്മ തേങ്ങയൊക്കെ പൊളി കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചിരകുകയാണ് കേട്ടോ. തേങ്ങയൊക്കെ ചിരകി കടലക്കറിയൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് കറി ഇങ്ങനെ കലക്കി ഒഴിച്ച് അപ്പമൊക്കെ ഉണ്ടാക്കും, നല്ലോണം കറി വേണം കേട്ടോ. എന്നാൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ കറി നല്ലോണം വേണമെന്നില്ല, കുറച്ച് മതി. പക്ഷേ ഈ ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലോണം കറി വേണം. അപ്പോൾ അമ്മ പറഞ്ഞു ആ കടലേക്കുന്ന തേങ്ങ അരച്ചിട്ട് വറുത്തരച്ചിട്ടൊന്നല്ല വെക്കുന്നത്, സാധാ പച്ച തേങ്ങയും പിന്നെ ചെറിയുള്ളിയും അങ്ങനെ കുറച്ച് പെരുംജീരകത്തിൻ്റെതും കൂടെ കൂട്ടി അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റാണല്ലോ. അങ്ങനെ ചെയ്യാണ് കേട്ടോ. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കണം കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് അറിയിക്കാൻ മറന്നു പോകരുത്. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞങ്ങൾക്കതൊരു കാര്യമാവുള്ളൂ. പിന്നെ എന്താ പറയുകയാണ്, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 2 ദിവസം വീഡിയോ വിടാതിരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരം വരുമ്പോൾ ഒരു തിരക്കാണ്. വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതങ്ങനെ ഇരിക്കണില്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളെ ഫാമിലിക്ക് കുറേ പേര് വന്നിട്ടുണ്ട്, പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അതല്ലാതെ പഴയ ആളുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്സാണ് പറയുന്നത്, ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അമ്മ അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ഓരോ പണികളൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തിനേലും നിന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് അടുക്കളയിൽ അമ്മായിയമ്മയാണ് കേട്ടോ. ഇന്ന് മരുമോൾക്ക് റെസ്റ്റാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഇത് അമ്മായിയമ്മ എന്നല്ല. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്സിൻ്റെ അമ്മയാണോ എന്നുള്ളത്. ഹസ്സിൻ്റെ അമ്മയൊന്നും അല്ല കേട്ടോ, എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഹസ്സിൻ്റെ അമ്മയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യിക്കുമോ, നമ്മൾ തന്നെ എടുക്കുമല്ലോ. അപ്പോൾ അമ്മ തന്നെയാണ് കേട്ടോ. പിന്നെ അമ്മായിയമ്മ നല്ല കുക്കിംഗ് അറിയുന്ന ആൾ തന്നെ കേട്ടോ. നല്ല കുക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് അമ്മായിയമ്മ. നന്നായിട്ട് കുക്ക് ചെയ്യും.
അടുക്കളയിൽ എൻ്റെ ഒപ്പം, അതായത് ഞാൻ ശരിക്കും അവിടെ ചെന്നാൽ അവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ അമ്മേൻ്റെ ഒപ്പം ഞാൻ നിൽക്കുക, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ എൻ്റെ ഒപ്പം അമ്മ നിൽക്കുകയല്ല, അമ്മേൻ്റെ ഒപ്പം ഞാൻ നിൽക്കണമെന്നുള്ളൂ. അവിടെ അടുക്കളയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കണ അങ്ങനത്തെ ഒരാളൊന്നുമല്ല. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അവിടുത്തെ അമ്മയെ ഒപ്പം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ആ അമ്മ തന്നെയാണ് ചെയ്യുക. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കുക്ക് ചെയ്യും അവിടുത്തെ അമ്മ. ഇവിടുത്തെ അമ്മ എന്നല്ല, രണ്ടമ്മമാരും. പിന്നെ ഈ അമ്മ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പണിയില്ലെങ്കിൽ, അമ്മയ്ക്ക് പണിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മടിയൊക്കെ തോന്നും. അന്ന് അമ്മ വീട്ടിലുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് കയറിയാൽ മതിയല്ലോ എന്നുള്ളത് വിചാരമാണ് കേട്ടോ. നേരെ മറിച്ച് അമ്മ പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണല്ലോ, വേറെ ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ വേഗം എല്ലാം ഉണ്ടാക്കും. ഞങ്ങൾക്ക് കൊണ്ടുപോകണമല്ലോ, ഞാനും ചോറ് കൊണ്ടുപോകണം, കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. കോവയ്ക്ക തോരനായിട്ടല്ല, വെറുതെ ഉപ്പേരി കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഉപ്പേരി വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു സവോള അങ്ങനെ നൈസായിട്ട് അരിഞ്ഞിടും. പിന്നെ പച്ചമുളകും സാധാ നമ്മൾ കടുവട്ടിച്ച് കറിവേപ്പിലിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കൂല, സിമ്മിലിട്ടിട്ട് ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നലെ വാങ്ങിയ കുറച്ച് ചിക്കൻ്റെ കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. നോമ്പൊക്കെ കഴിഞ്ഞു, അപ്പോൾ പിന്നെ ചിക്കനൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100 രൂപയ്ക്കാണെങ്കിലും അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങും. അങ്ങനെ അപ്പോൾ കുറേശ്ശൊക്കെ എടുക്കുള്ളല്ലോ. അപ്പോൾ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് കുട്ടികൾക്ക് എന്നാലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനമ്മ കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മസാലകൾ അങ്ങനെ സ്പെഷ്യലൊന്നും ചേർക്കണില്ല. സാധാ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഒരു നുള്ള് ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. വേറെ ലെമൺ ജ്യൂസോ അങ്ങനെ വേറെയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്നും ചേർക്കണില്ല. അങ്ങനെ രാവിലെ പെട്ടെന്ന് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത്ര മസാലകളൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്തുണ്ടാക്കാമെന്ന് വെച്ചാൽ കടലക്കറിക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിക്കണം. അത് കുക്കറിലായിട്ട് അമ്മ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കൊക്കെ ഒന്ന് തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കണം. പിന്നെ കടലക്കറി ഒന്ന് വറവിട്ടെടുക്കണം. പിന്നെ ഈ ചിക്കൻ കുറച്ച് വലിയ പീസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുഞ്ഞതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ മസാലയൊക്കെ തേച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കണില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കോവയ്ക്കൊക്കെ ഒന്നും കൂടി അമ്മ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കോവയ്ക്കപ്പേര് വയ്ക്കുമ്പോൾ അധികം നല്ല പിന്നെന്താ പറയുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്യലില്ല. നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണയിൽ ചെറിയ തീയിലിട്ടിട്ട് അവിയിൽ അങ്ങോട്ട് കിടന്ന് വേവിച്ചെടുക്കുക. പിന്നെ ചിക്കനൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ആയോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തത്തയ്ക്കൊക്കെ ഇങ്ങനെ അറിയാം, ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം, ക്രിസ്പായിട്ടിരിക്കണം, അങ്ങനെയാണ്. അമ്മയ്ക്ക് അത്രത്തോളം ഇങ്ങോട്ട് ഡീപ്പായിട്ട് ഫ്രൈ ആവണ ഇഷ്ടമല്ല, അങ്ങനെയാണ് അമ്മ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കേട്ടോ. അപ്പോൾ ഇനി ചെറിയുള്ളിയൊക്കെ, കടലക്കറി വറവിടുന്നത് ചെറിയുള്ളി വെച്ചിട്ടാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറി ആയതുകൊണ്ട് അപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഒരു നുള്ളി ചിക്കൻ മസാലയും കൂടെ പിന്നെ കറി വറവിടുമല്ലോ ആ സമയത്ത് ഇടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അമ്മ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് വയ്ക്കുകയാണേ. അപ്പോൾ കടലക്കറിയിലേക്ക് പച്ചത്തേങ്ങയാണ് കേട്ടോ അരച്ചത്, വറുത്തിട്ടല്ല അരച്ചിട്ടുള്ളത്. പക്ഷെ അമ്മ ഒരു കാര്യം മറന്നു, തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകം കൂടി ആയിട്ട് ഒരുമിച്ച് അരച്ചിട്ടാണ് ഒഴിക്കണത്. അപ്പോൾ ജീരകം ഇടാൻ മറന്നു. പെരുംജീരകം കേട്ടോ ഞാൻ പറയണത്, ചെറിയ ജീരകമല്ല, പെരുംജീരകം. ആ ഒരു ജീരകം ചേർക്കും നമുക്കൊരു എന്താ പറയുക, ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ തോന്നുമല്ലോ, ടേസ്റ്റ് തോന്നുമല്ലോ, ഇറച്ചിക്കറിയുടെ ഒക്കെ ടേസ്റ്റ് തോന്നും. അങ്ങനെ അതിനാണ് അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ അത് തേങ്ങയിൽ അരയ്ക്കാൻ വേണ്ടി മറന്നു. അപ്പോൾ ഇനി അതൊന്ന് 2 എണ്ണം എടുത്തിട്ട് വെറുതെ നമ്മളെ ആ കല്ലുണ്ടല്ലോ, പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തീർന്നു കേട്ടോ. പൊടിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കറിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ. അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചത് ഒഴിച്ചിട്ട് ഒന്നും കൂടി കറി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. റേഷനരി ആയതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ. അപ്പോൾ അമ്മ ഉപ്പേരി എന്ത് ചെയ്തു, ആ അടുപ്പിൽ ഇങ്ങനെ തീ കിടക്കുകയാണല്ലോ, ആ ഉപ്പേരി ആ പാനെടുത്ത് അടുപ്പത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇനി ഈ കറി ചിക്കന് ഫസ്റ്റത്തെ കുറച്ച് ആയിട്ടുണ്ട്, അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി വറവിടാൻ വേണ്ടി നിൽക്കുകയാണ്. എണ്ണ ചൂടായപ്പോൾ ചെറിയുള്ളി ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ ചിക്കൻ മസാലേൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് ഈ കറി ഇതിക്കൊണ്ട് ഒഴിക്കും കേട്ടോ. പിന്നെ ഒരു നുള്ളിൽ പെരുംജീരകം ഒന്ന് നമ്മളെ ഒരു കുട്ടിയൊരലുണ്ടല്ലോ അതിലിട്ടൊന്ന് കുത്തിയിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ് പെരുംജീരകം. പിന്നെ ഇങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര എരിവാന്ന് പറയും വിചാരിച്ചിട്ട് അത് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. കറി വേണം. തത്തയ്ക്ക് കടല ഇഷ്ടമല്ല,
അപ്പോൾ കറി അവൾ എന്ത് ചെയ്യും, ആ കടല ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ കറി മാത്രം എടുക്കും. അപ്പോൾ അമ്മ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കറി കണ്ട് നീട്ടിയതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പറയാം, എന്നും കാണിക്കാനുള്ളത്. ചോറായിട്ടുണ്ട്, ചിക്കൻ അതാ രണ്ടാമത്തെ ട്രിപ്പ് ആയോണ്ടിരിക്കുകയാണ്, കടലക്കറി റെഡി ആയിട്ടുണ്ട്. കടലക്കറി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വരട്ടിയ പോലെ വയ്ക്കും. ചിക്കൻ കറി വരട്ടിയ പോലെ അതുപോലെ കടല ഉണ്ടാക്കുമല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പെരുംജീരകം കൂടി ഇട്ടു. അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അത് മസാലക്കൂട്ട് പോലെ തന്നെ. പിന്നെ അതാക്കണ കോവയ്ക്ക ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് ഇറക്കി വയ്ക്കണം. ഇനി അടുത്തത് നമ്മളെ ചീയപ്പം ഉണ്ടാക്കുകയാണ്, കലക്കി ഒഴിച്ച് അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാൻ എപ്പോഴും വിറകടുപ്പ് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ അപ്പച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ഈ പാനൊക്കെ പലവിധം പാനുകളാണല്ലോ, നോൺ സ്റ്റിക്കും മറ്റേ പാനെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അധികം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ആ പാനിലേക്കായിരിക്കും ദോശയും കാര്യങ്ങളൊക്കെ ചൂടുക. പക്ഷേ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ ഈ ഒരു അപ്പച്ചട്ടിയാണ് ഏറ്റവും നല്ല ബെസ്റ്റ്. അത് വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. അപ്പോൾ അത് നല്ല നൈസായിട്ടുള്ള അപ്പമാവും, നല്ല സ്മൂത്താവും അല്ലേ. ഒരു എന്താ പറയുക, കുഴഞ്ഞിട്ടായിരിക്കും അപ്പം ഇരിക്കുക, എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ അത് അപ്പം ഇവിടെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതങ്ങനെ ഓരോന്ന് അങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. കുറച്ച് മുളകുണ്ട്, അടുപ്പിൻ്റെ പുറത്ത് വെച്ചതാണ്, ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ്, നടാൻ വേണ്ടിയിട്ട്. വിത്ത് ഉണങ്ങിയതിന് ശേഷം നടാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. നല്ല എരിവുള്ള മുളകാന്ന് പറഞ്ഞു, അപ്പോൾ അവൾ കൊണ്ടു തന്നതാണ്. അപ്പോൾ അതാ 7 മണി 7:30 ആവാനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചുമോളൊന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല ഉറക്കമാണ്, രാത്രി വൈകിയേ കിടക്കുള്ളൂ. ഒരു 11 മണിയെങ്കിലും ആവാതെ കിച്ചുമോൾ കിടക്കൂല. അപ്പോൾ രാവിലെ എണീക്കാനും വൈകിയാണ്. നേരത്തെ കിടക്കാൻ പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. അപ്പോൾ വൈകിയാവും എണീക്കുക, ഭയങ്കര മടിയാണ് രാവിലെ എണീക്കാൻ. അപ്പോൾ വന്ന് വിളിച്ചിട്ട് എണീക്കണില്ല കേട്ടോ. ഇപ്പോൾ വിളിച്ചാലുള്ളൂ, പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എണീക്കുക. ഇതാ അപ്പം ഇന്ന് ചോറൊക്കെ അമ്മയാണ് പാത്രത്തിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ചോറും ഉപ്പേരി എല്ലാം അമ്മയാണ് കേട്ടോ പാത്രത്തിലാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഫുൾ ഡ്യൂട്ടി അമ്മയാണ്, എല്ലാം ഞാൻ ഒന്നിനും കൂടിയിട്ടില്ല. അപ്പോൾ ചോറും കറികളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതിൻ്റെ ഇടയിൽ അപ്പം ചുടലൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി കേട്ടോ. പിന്നെ അതാ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ആ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചുമോള് പാലും ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റും ഒക്കെ ഇട്ടിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണ്. ഒരു ഷേക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളൊരു ഷേക്ക് ഉണ്ടാക്കുകയാണ്, പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോ തോന്നലാണ്. അപ്പോൾ ഞാൻ അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടെ ഇട്ട് വെച്ചതാണ്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അവൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് എന്താ ചെയ്യണത് അറിയാം, അതിൻ്റെ മുകളിൽ 2 ബിസ്ക്കറ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചിട്ടും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അവളെ മിൽക്ക് ഷേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അവൾ പറയട്ടെ മിൽക്ക് ഷേക്കാണ് അമ്മയ്ക്ക് വേണമെന്നൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് വേണ്ടാന്ന്. അപ്പോൾ കിച്ചും തത്തയും കൂടെ ഉണ്ടോ, അവർക്ക് ഉണ്ടാക്കും, 2 ഗ്ലാസ്സേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെയുള്ളതൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാണ് കേട്ടോ എന്നൊക്കെ പറയും. ബിസ്ക്കറ്റ് ഈ ഗ്ലാസിൻ്റെ പുറത്തുനിന്ന് വെക്കാനൊക്കെ നോക്കി, അപ്പോൾ ബിസ്ക്കറ്റ് അല്ല അത് ഇരിക്കൂലല്ലോ, അപ്പോൾ അത് പറ്റിയില്ല. നമ്മൾ വേറെ വല്ല വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ചാൽ ഇരിക്കുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് കൈ വെച്ചിട്ട് 2 ബിസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ പൊടിച്ചിട്ട് അതിന് മുകളിലേക്ക് ഇടുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.